എന്ന പേരുള്ള ഒരു രാക്ഷസിയെ കല്യാണം കഴിച്ചു. ആ രാക്ഷസ ദമ്പതികളുടെ അസുരേന്ദ്രന്റെയും മംഗളകേശിയുടെയും ആ ജീവിതത്തില് സുരസ എന്നു പേരുള്ള ഒരു മകള് ജനിച്ചു. സുരസ നമ്മൾ കുഞ്ഞുനാളിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സുരസ വലിയ വായുള്ള ഒരു സ്ത്രീ, ഭഗവാനെ കൊല്ലാൻ വന്നവനല്ലേ. അപ്പൊ സുരസ എന്ന് പറയുന്ന ഒരു മകള് ജനിച്ചു. ആർക്ക്? അസുരേന്ദ്രനും അസുരേന്ദ്രനും അതുപോലെ മംഗളകേശിക്കും. ഈ അസുരപുത്രി വളർന്നു വലുതായപ്പോ അസുരന്മാരുടെ രാജാവാരാ? അസുരന്മാരുടെ രാജാവാരാ? ശ്രീകൃഷ്ണ അരകണ്ണ അല്ല കണ്ണ. നമ്മൾ അങ്ങനെ അസുരന്മാർക്ക് തോന്നിയ പോലെ അസുരകണ്ഠനൊന്നും പേര് വെക്കരുത്. അവർക്ക് വായക്കൊള്ളാത്ത പേര് ഇഷ്ടം പോലെ ഉണ്ട്. രാവണനോ? അല്ല കുഞ്ഞ. നമ്മളെ ഓം നമഃ ശിവായ അതുപോലെ ഇതൊക്കെ കണ്ടില്ലേ? ചന്ദ്രകാന്ത നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോന്നല്ല, ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ, ഓം നമഃ ശിവായ, അലീഫ് ലൈല, ചന്ദ്രകാന്ത ഇതൊക്കെ കാണാൻ എത്ര അടി വാങ്ങിന്റെ അച്ഛനോട്. അപ്പൊ ആ സീരിയലുകളിലെല്ലാം കാണിച്ചിട്ടുണ്ട് അസുരന്മാരുടെ രാജാവായ ശുക്രാചാര്യർ. ഓർമ്മയില്ലേ ആ പേര്? കുഞ്ഞുനാളിൽ കേട്ട ശുക്രാചാര്യർ. അപ്പോ ഈ സുരസ എന്ന് പറയുന്ന ഈ പെൺകുട്ടി വളർന്നു വലുതായപ്പോ അസുരഗുരുവായിരിക്കുന്ന ശുക്രാചാര്യര് അസുരകുമാരിയെ എല്ലാ മായകളും പഠിപ്പിച്ചു. ശുക്രാചാര്യർ അദ്ദേഹം അസുരഗുരുവാണ്. എല്ലാം പഠിപ്പിച്ചു. മായാ മന്ത്രജാല വിദ്യകളിൽ അസാമാന്യമായ ഒരു കഴിവ് ആർക്കുണ്ട്? സുരസ എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്കുണ്ട്, സുരസയ്ക്കുണ്ട്. അസുരന്മാരുടെ ശക്തി ഇങ്ങനെ ക്ഷയിച്ചു വരുന്നതും നല്ല ദേവന്മാരുടെ ശക്തി അഭിവൃദ്ധിപ്പെടുന്നതും അസുരന്മാരാൽ ഈ ദേവന്മാര് പീഡിക്കപ്പെടുന്നതും നന്ദിദേവനാൽ ശ്രമിക്കപ്പെട്ടതും ഓർമ്മിച്ച അസുരഗുരു കുറെ കാര്യങ്ങൾ ചിന്തിച്ചു. ദേവന്മാരെല്ലാം ശക്തി പ്രാപിച്ചു വരുന്നു, അസുരന്മാര് നശിച്ചു വരുന്നു. ഈ നന്ദിദേവൻ നമ്മുടെ അസുരന്മാരെല്ലാം ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം ശുക്രാചാര്യർ ഇതിങ്ങനെ ചിന്തിക്കുകയാണ്. ഒരു സിനിമ കാണുന്നത് പോലെ എന്റെ കുലത്തിന് നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ച ഈ ശുക്രാചാര്യർ എന്ത് ചെയ്തു എന്നറിയോ? നേരെ ആരെ നോക്കി? നമ്മുടെ ഈ സുരസയെ നോക്കിയിട്ട് പറഞ്ഞു, അസുരരാജപുത്രി, മഹാവിഷ്ണുവിനാലും ദേവേന്ദ്രനാലും മറ്റനേകം താപസവര്യന്മാരാലും അനേകം കോടി അസുരവീരന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. ഇവരെ കൊണ്ടൊക്കെ മഹാവിഷ്ണു ദേവേന്ദ്രനും എല്ലാവരും ഒരുപാട് അസുരന്മാരെ കൊന്നിട്ടുണ്ട്. നിന്റെ അച്ഛനായിരിക്കുന്ന അസുരേന്ദ്രന് ശക്തിയും സമ്പത്തും ഒക്കെ നഷ്ടപ്പെട്ടു വരികയാണ്. അസുരകുലത്തെയൊക്കെ സംരക്ഷിക്കേണ്ട ചുമതല നിനക്കാണ് സുരസേ. നീ മഹാലക്ഷ്മിയേക്കാൾ സുന്ദരമായ ഒരു രൂപം എടുത്തിട്ട് നിന്റെ ശരീര സൗന്ദര്യം കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയേക്കാൾ സുന്ദരമായ ഇവിടെ മായാവിദ്യകളൊക്കെ പഠിച്ചു. ശുക്രാചാര്യർ പഠിപ്പിച്ചു കൊടുത്തു. അസുരഗുരുവായ ശുക്രാചാര്യർ എല്ലാം പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ്, നീ ലക്ഷ്മിയേക്കാൾ നല്ല സുന്ദരിയായ ഒരു രൂപം ധരിച്ചിട്ട് എന്ത് ചെയ്യണം? കശ്യപ മുനിയുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് കശ്യപ മുനിയെ നീ വശീകരിക്കും. പുത്ര സൗഭാഗ്യം നേട്. അയാളെ വശീകരിച്ച് അയാളിൽ നിനക്കൊരു മകനുണ്ടാവട്ടെ. ആ പുത്രന്മാർ കശ്യപ മുനിക്കും ആലോചിച്ച് നോക്കണം. ശുക്രാചാര്യർ എന്ന ഗുരു പറഞ്ഞു കൊടുക്കാണ് സുരസയോട്, ഈ നല്ല സുന്ദരിയായ ഒരു സ്ത്രീയായി മാറിയിട്ട് കശ്യപ മുനിയുടെ അടുത്ത് പോയിട്ട് അയാളെ വശീകരിച്ച് അതിൽ ആൺകുട്ടികളെ പ്രസവിച്ചിട്ട് നീ എന്ത് ചെയ്യണം? അവരെ നീ അസുരന്മാർ ത്രിലോകങ്ങളും എന്താ പറയുന്നത് അധിപതിയാക്കി മാറ്റണം. ത്രിലോകങ്ങളുടെയും അധിപതിയാക്കുന്ന മക്കളാക്കി നീ മാറ്റണം എന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മൾ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ കുലത്തിൽ വിവാഹം ചെയ്യാം, നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുക. മറ്റു കുലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികളായി കഴിഞ്ഞാൽ എന്താ ചെയ്യാ? സ്ത്രീകൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, ആ കുലത്തിൽ അവർ വളരും അല്ലെ. അപ്പൊ ഇവിടെ ഈ സുരസ എന്താ ചെയ്യുന്നത്? കശ്യപ മുനിയെ വശീകരിച്ചിട്ട് കുട്ടികളെ പ്രസവിച്ചിട്ട് ആ മക്കളെ അസുരകുലത്തിലെ അധിപതിയാക്കി മാറ്റാണ്. അസുരഗുരുവായ ശുക്രാചാര്യർ പറഞ്ഞത് കേട്ടപ്പോ കശ്യപ മുനിയെ കണ്ടിട്ട് കാര്യം സാധിക്കാൻ മഹാമേരു പർവ്വതത്തിന്റെ വനത്തിൽ താമസിക്കുന്ന കശ്യപ മുനിയെ കാണാൻ സുരസ പോവുകയാണ്. അങ്ങനെ കശ്യപ മുനി തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലത്തെത്തിയ ആ സുരസ എന്താ ചെയ്തെന്നറിയോ? പൂങ്കാവനങ്ങളും മണൽക്കുന്നും ഒക്കെ കണ്ട്, തടാകങ്ങളും താമരപ്പൂവും എല്ലാം കണ്ട് എല്ലാ സ്ഥലത്തും പോയിട്ട് മായാശക്തിയോടെ അവൾ അതിന്റെ ഭംഗിയെല്ലാം കൂട്ടി. നമുക്ക് നല്ല ഭംഗിയുള്ള സ്ഥലത്തെത്തുമ്പോ നമ്മൾ വേറൊരു മൈൻഡ് സെറ്റിൽ പോവല്ലേ. നല്ല ഊട്ടിയിലൊക്കെ പോയി തണുപ്പൊക്കെ കിട്ടിയാൽ ആ എന്തൊരു സുഖം, ഇത്ര നല്ല പൂക്കൾ. എന്താ വേണ്ട മക്കള് കഴിച്ചു. എന്നിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങ് മാറും. അതേപോലെ ഈ കശ്യപ മുനി നിൽക്കുന്ന ആ സ്ഥലം നല്ല മായാ മനോഹരമാക്കി ഇവളുടെ മായ കൊണ്ട് മാറ്റാണ്.
വസന്തം വന്ന് അണഞ്ഞപ്പോ കരിവണ്ടുകളൊക്കെ പാറി പറന്ന് നല്ല മാനുകളൊക്കെ ഇങ്ങനെ പറന്ന് മധുര സംഗീതം പാടി മയിലുകളെല്ലാം നൃത്തം ചവിട്ടിക്കൊണ്ട് ഭയങ്കരമായിരിക്കുന്ന ഒരു സൗന്ദര്യം. ഈ സ്ഥലത്താണ് തപസ് ചെയ്യുന്നത് ആരെ? കശ്യപ മുനി. പെട്ടെന്ന് ഈ സൗന്ദര്യത്തിൽ ഇങ്ങനെ മതിമറന്ന് ഈ വണ്ടിന്റെ ഒക്കെ ശബ്ദം കേട്ട് മയിലിന്റെ നൃത്തത്തിന്റെ ശബ്ദമൊക്കെ കേട്ടപ്പോ കശ്യപ മുനി തപസ്സിൽ നിന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റിനും നല്ല ഭംഗിയുള്ള സ്ഥലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കശ്യപ മുനിക്ക് ഒരു സംശയം തോന്നി. എന്താണ് ഇത്? ദേവലോകമാണോ അതോ കുബേരപുരിയാണോ? ഞാൻ ഈ മലയിൽ വന്നിരുന്ന് തപസ് ചെയ്തപ്പോ ഇത് ദേവലോകമാണോ അല്ലെങ്കിൽ കുബേര സ്ഥലമാണോ ഇത് എന്നൊരു സംശയം. എങ്ങനെയാ ഇവിടെ ഇങ്ങനെ ഒരു പ്രകൃതി മാറ്റം സംഭവിച്ചത്? അങ്ങനെ നിൽക്കുന്ന സമയത്ത് കശ്യപമുനി ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് പാദസരത്തിന്റെ ആ കാലിലിട്ട ചിലമ്പിന്റെ ശബ്ദം കേൾക്കുന്നത്. സൗന്ദര്യത്തോട് വരുന്ന ഒരു സ്ത്രീ. നമ്മൾ കണ്ണുറന്നപ്പോ നല്ല സുന്ദരിയായ ഒരു ദേവലോക കന്യക ഇങ്ങനെ നടന്നു വരികയാണ്. മെല്ലെ 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 വന്ന് അപ്പൊ കശ്യപമുനി ആലോചിക്കാം, ഇവളേതാ? ആരാ ഇവള്? സുരമാതാവാണോ അതോ പാലാഴി മങ്കയാണോ ഇവള്? ലക്ഷ്മി ദേവിയേക്കാൾ സുന്ദരിയാണ്, ഇത്രയും മനോഹരമായിരിക്കുന്നു ഇവള്. അപ്പൊ കശ്യപൻ ചോദിച്ചു, സുന്ദരി രത്നമേ, നീ ഇവിടെ എന്തിനു വന്നു? ആരാ നീ എന്ന് ചോദിച്ചു. അപ്പോ നല്ല ഭംഗിയുള്ള ശബ്ദത്തോടു കൂടി, ആ സ്ത്രീകളുടെ ശബ്ദമാധുരി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ, ശബ്ദത്തിന് ഭംഗിയുണ്ടെങ്കിൽ ഭയങ്കര രസാ കേൾക്കാൻ. ആ ശബ്ദമാധുരിയില് അവള് പറയാണ്, എന്താ പറയുന്നത്? മുനി പുങ്കവ, താപസശ്രേഷ്ഠനായിരിക്കുന്ന അവിടുന്ന് എന്നെ സമീപിച്ച് സംസാരിക്കുന്നത് പാപമാണ്. കർമ്മനിഷ്ഠാഭരിതനായിരിക്കുന്ന ഭവാൻ തപസ്സനുഷ്ഠിക്കും, എന്നിട്ട് മോക്ഷം കൈവരിക്കും. അപ്പൊ അവളിന്ന് നല്ല സുന്ദരിയായിട്ട് ഭംഗിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും കശ്യപൻ പറഞ്ഞു, അസുരപുത്രി അഭിനയിക്കാൻ കേട്ടോ അയാളുടെ മുന്നില്, കശ്യപന്റെ മുമ്പില്. അപ്പൊ കശ്യപൻ ഇത് കേട്ടപ്പോ അയാളുടെ ആഗ്രഹമാണല്ലോ തപസ് ചെയ്യാന്നുള്ളത്, അയാൾ ആ വാക്കിലൊക്കെ അങ്ങ് വീണ്. അപ്പൊ കശ്യപൻ പറഞ്ഞു, മോഹനാംഗി, നീ ആയുഷ്കാലം മുഴുവൻ നാം തപസ്സനുഷ്ഠിക്കും, പക്ഷേ നിന്നെ പ്രാപിക്കുന്നതിനേക്കാൾ വലിയൊരു മോക്ഷം വേറൊന്നുമില്ല കേട്ടോ. കശ്യപന്റെ മുമ്പില് ആ മനസ്സിളകി. ജീവിതകാലം മുഴുവൻ ഞാൻ തപസ് ചെയ്യും, പക്ഷെ നിന്നെ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ അനുഭവിക്കാം, വിവാഹത്തിന് ശേഷമുള്ള ജീവിതം. അങ്ങനെ വരുന്നതിനേക്കാളും വലിയൊരു മോക്ഷം വേറെ ഒന്നുമില്ല. കാമമോഹ താപങ്ങളാൽ ഇവിടെ കശ്യപ മുനി പെട്ടുപോവാണ്. മനസ്സിന് നിയന്ത്രണമില്ല. അപ്പൊ നമ്മുടെ മനസ്സാണ് നമ്മൾ നിയന്ത്രിക്കേണ്ടത്. എന്നും കുളിച്ച് അമ്പലത്തിൽ കൊണ്ട് എന്ത് കിട്ടുന്നു? ദുഃഖങ്ങളൊക്കെ ബാധിക്കും. ഇത് മായ. എന്താ കാണാ? ഇത് മായ. ഈ മായയാണ് ഭക്തി കൂടുന്തോറും നമ്മളെ പിടിക്കുന്നത്. മായാദേവിയുമുണ്ട്, രാധാദേവിയുമുണ്ട്. മായ നമ്മളെ പിടിക്കും. ദിവസവും കുളിച്ച് അമ്പലത്തിൽ പോണ നമ്മൾക്ക് കൈവേദന, കാലുവേദന, വയ്യപ്പ ഡൽഹിയിൽ പോയിട്ട് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയിട്ടില്ല. ആ പെണ്ണ് അവിടെ വന്ന് അതും പ്രസംഗിച്ച് ചെന്നൈയിലേക്ക് വണ്ടി കയറി പോയി സിനിമയിൽ അഭിനയിച്ച് കാശുണ്ടാക്കുന്നു. നമ്മളിപ്പോ എന്തിനാ ഡെയിലി രാവിലെ കുറിച്ച് അമ്പലത്തിൽ പോകണം അല്ലേ? ഈ ചിന്ത മായ. എന്ത് വന്നാലും ഞാൻ ക്ഷേത്രത്തിൽ പോകും, എന്ത് വന്നാലും ഞാൻ നാമം ജപിക്കും, എത്ര നേരം വൈകിയാലും ഞാൻ നാമം ജപിക്കും. സന്ധ്യ കഴിഞ്ഞാൽ എന്റെ നാവിൽ നിന്ന് മംഗളകരമായിരിക്കുന്ന ആ കീർത്തനങ്ങൾ വരും. രാവിലെ പ്രഭാതത്തിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കും. ഞാൻ വെജിറ്റേറിയൻ ഭക്ഷണമേ കഴിക്കൂ, സാത്വികമല്ലാത്തൊരു ഭക്ഷണം ഞാൻ കഴിക്കില്ല. ഇങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്താൽ നമുക്ക് അലസത, മടി, പ്രശ്നങ്ങൾ എല്ലാം വരും. നിങ്ങൾ സത്യമായ വഴിയിലൂടെ നടന്നു നോക്ക്, നിങ്ങളെ 100% പ്രശ്നങ്ങൾ പിടിക്കും. ഞാൻ എഴുതി ഒപ്പിട്ട് അണ്ടർലൈൻ ചെയ്തെന്ന് പോവാം. പക്ഷേ പ്രശ്നങ്ങൾ പിടിക്കുമ്പോൾ ഇതിനെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് തരണം ചെയ്തുകൊണ്ടേയിരിക്കണം. തരണം ചെയ്ത് എഴുന്നേൽക്കാൻ വയ്യേ, എഴുന്നേറ്റിരിക്കും, ഉറപ്പായിട്ട് എഴുന്നേറ്റിരിക്കും. നാമം ചൊല്ലാൻ മനസ്സിലെ ചൊല്ലിയിരിക്കും. ഏത് ശക്തിയാണോ എന്നെ പിന്നിലേക്ക് വിളിക്കുന്നത് ഈശ്വരനിൽ നിന്ന്, ആ ശക്തിയെ മായ എന്ന് കണ്ട് ദൂരെ മാറിപ്പോ എന്ന് പറയാൻ നമ്മുടെ മനസ്സ് പക്വതപ്പെടുമ്പോഴാണ് നമ്മൾ ഭക്തിയിൽ ഉയരുന്നത്. മനസ്സിലായോ? അങ്ങനെ ഉയർന്ന് പ്രവർത്തിച്ചാൽ നമ്മൾ അവസാനം ഒരു സ്റ്റേബിൾ ആയ സ്ഥലത്തെത്തും. അവിടെ മുതൽ ഈശ്വരൻ നമ്മളെ കൈപിടിക്കാൻ തുടങ്ങും. കാരണം എന്താ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ജയിക്കണം. അതിനാണ് നമ്മൾ കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകുന്നത്. അല്ലാതെ ഈശ്വരൻ ഇല്ലാത്തത് കൊണ്ടല്ല. ഈശ്വരൻ നോക്കി നിൽക്കുകയാണ്. ഈശ്വരനെ വേണോ അസുരനെ വേണോ? സ്വയം ചിന്തിക്കും. ഈശ്വരനെ വേണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടണം. അസുരനെ വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോ, ക്ഷേത്രത്തിൽ വരണം, നാമം ചൊല്ലണം, നോൺ വെജ് കഴിച്ചു, അസുരനെ കിട്ടും.
പക്ഷെ അത് നിങ്ങളെ കൊണ്ടുപോകുന്നത് നാശത്തിലേക്കാണ്. പക്ഷെ ഈശ്വരനെ വേണം. രാവിലെ എഴുന്നേൽക്കണം, കുളിക്കണം, പ്രാർത്ഥിക്കണം, കഷ്ടപ്പെടണം, ഉറക്കിനെ നിയന്ത്രിക്കണം, എല്ലാം ചെയ്യണം. എന്നിട്ട് ഈശ്വരനെ നേടിയാൽ ഈശ്വരൻ നിങ്ങളെ എന്നും നിലനിർത്തും, നമ്മുടെ 7 തലമുറയും നിലനിർത്തും. അങ്ങനെ മോഹങ്ങളാൽ പീഡിക്കപ്പെട്ട, മോഹങ്ങളെല്ലാം മനസ്സിൽ നിന്ന ആ ഒരു കശ്യപൻ ഈ സ്ത്രീയുടെ ഒരു മായാതന്ത്രങ്ങളും അറിയാതെ, മഹർഷിമാർ പോലും ചിലപ്പോൾ മായയിൽ പെട്ടുപോകും, അങ്ങനെ വഴിതെറ്റി പോകുന്ന ഒരവസരം അല്ലെ. മഹാസംഭവം ഒരുപാടുണ്ട്. മഹർഷിമാരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള കാമചാബല്യങ്ങളെല്ലാം വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്. പക്ഷെ അവര് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് പിന്നെ അവർ കയറി വരും. പക്ഷെ ആ സമയത്ത് അവർ ഓരോരോ പുതിയ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് അവർ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിലൊക്കെ പല സൃഷ്ടികൾ നടത്തുന്നതാണ്. അങ്ങനെ നമ്മള് കാമതാപ പീഡിതനായ കശ്യപ മുനിയെ നമ്മൾ എന്ത് ചെയ്യേണ്ട, അപമാനിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കുകയോ ചെയ്യേണ്ട. അദ്ദേഹം പുതിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഈശ്വര നിശ്ചയം അവിടെ നടപ്പിലാക്കണം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് മറ്റൊരു അർത്ഥവും കൂടി പഠിക്കണം. കാമമോഹ താപങ്ങളിൽ നമ്മുടെ മനസ്സിനെ പെടുത്താൻ പാടില്ല. നമ്മൾ പറയും ഇന്നിപ്പോ വെള്ളിയാഴ്ച അല്ലേ, സാരല്ലേ, എനിക്ക് സുഖമില്ലാണ്ടല്ലേ, അല്ലെ ഷഷ്ടിയാണ്, ഏകാദശിയാണ്. അത് ഈശ്വരന് അറിയാം എനിക്ക് സുഖമില്ലാണ്. നമ്മളെല്ലാവരും വായന വരുന്നൊരു വാക്ക്. ദൈവത്തിനറിയാം എന്റെ വയ്യായോണ്ട് ഇന്ന് പോയില്ലേ കുഴപ്പമില്ല, ദിവസവും പോകണില്ല, ദൈവം ക്ഷമിച്ചോളും. അല്ല, ദൈവത്തിന് എല്ലാം അറിയാം. നമ്മുടെ വയ്യായികയും കഷ്ടപ്പാടും മാത്രം എല്ലാം അറിയാം. നമ്മളെ പരീക്ഷിക്കുകയാണ് മായ. ദൈവത്തിലേക്ക് പോവോ ഈശ്വരനിലേക്ക് പോവോ? ദൈവത്തിനോട് അടുക്കുന്നവരും മായ ശക്തമായി നമ്മളെ വലിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായി? വലിച്ചുകൊണ്ടേയിരിക്കും മായ ശക്തമായി പിന്നിലേക്ക്, ഈശ്വരനിലേക്ക് അടുക്കാൻ വിടാതെ. അപ്പൊ അലസത എല്ലാം നമ്മുടെ മനസ്സിൽ വരും. ഓക്കെ, അങ്ങനെ എന്തായെന്ന് ഓർത്തു കഴിഞ്ഞാല് തപസ് അനുഷ്ഠിച്ചു വന്ന അദ്ദേഹം തപോനിഷ്ഠകളുടെ 1 കോടിയിലധികം ഭാഗം പോലും അനുഷ്ഠിക്കാത്ത നമ്മള് അശക്തരാണ്. തപസ്സിന്റെ 1 കോടിയിലധികം തപസ് ചെയ്യുന്ന മഹർഷിമാർക്ക് പോലും ഇങ്ങനൊരു അവസരം ഉണ്ടെങ്കിൽ ഇതൊന്നുമില്ലാത്ത നമ്മൾക്ക് എന്തുമാത്രം മായയിൽ പെട്ടുപോകാനുള്ള ഒരു അവസരമുണ്ട് നോക്കിക്കേ. അങ്ങനെ താപസന്മാര് ചെയ്യുന്ന ജ്ഞാനമാർഗവും പഞ്ചേന്ദ്രിയ നിയന്ത്രണവും അതുപോലെ മന്ത്രങ്ങളും അതേപറ്റി എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഊഹിക്കാൻ പോലും കഴിയില്ല. അവർ എത്ര മന്ത്രം ജപിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. അതിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അതുകൊണ്ട് തന്നെ അവരെ ഒരിക്കലും നമ്മൾ പരിഹസിക്കാനോ വിമർശിക്കാനോ ഒന്നും പാടില്ല. ആ മുനിക്ക് അവിടെ കാലിൽ നിന്നല്ലേ കുട്ടി ഉണ്ടായത്, അല്ലെങ്കിൽ ആ മുനി ഇങ്ങനെ ഈ ദേവിയുടെ കൂടെ പോയതല്ലേ, അങ്ങനെയൊന്നും നമ്മൾ പറയരുത്. അവരെപ്പോഴും തപസ് അനുഷ്ഠിക്കുന്നത് 1 കോടി ലക്ഷക്കണക്കിന് കാണാത്ത, അറിയാത്ത, ചിന്തിക്കാത്ത എത്രയോ കോടാനുകോടി മന്ത്രങ്ങൾ കൊണ്ടാണ്. അതിന്റെ ഒരു അംശം പോലും നമ്മൾ ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പൊ മായ പറയാണ് കശ്യപ മുനിയോട്, മഹാമുനി, ഞാൻ ഉത്തരദിക്കിലുള്ളതാണ്. മഹാമേരു പർവ്വതത്തിന് ദക്ഷിണ ഭാഗത്തുള്ള ഗംഗാ നദിയിൽ നീരാടാൻ വന്നിരിക്കുകയാണ്. എന്താ പറഞ്ഞത്? ഞാൻ ഗംഗാ നദിയിൽ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ കശ്യപൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? മഹിളാരത്നമേ, നീ കൽപ്പിച്ചാൽ ഗംഗാ നദി മുതൽ സപ്തവാഹിനികളെയും ശിവവിഷ്ണു വാസസ്ഥലങ്ങളെയും സർവ്വലോകങ്ങളെയും അവിടെ ജീവിക്കുന്ന ദേവലോകങ്ങളെയും ദേവന്മാരെയും എല്ലാവരെയും നിന്റെ പാദകമലങ്ങളിൽ ഞാൻ കൊണ്ടുവരുന്നതാണെന്ന്. നീ ഗംഗാനദിയിലല്ലേ കുളിക്കാൻ വന്നത്? നീ വിചാരിച്ചാൽ, നീ ഒന്ന് പറഞ്ഞാൽ എല്ലാ സപ്ത നദികളെയും ദേവലോകങ്ങളെയും ദേവന്മാരെയും എല്ലാം നിന്റെ കാലിന്റെ ചുവട്ടിൽ ഞാൻ കൊണ്ടുവരുന്നു പറഞ്ഞു. നീ ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിനക്ക് കാണണമെങ്കിൽ ത്രിമൂർത്തികളെയും ഞാൻ എന്ത് ചെയ്യും? ത്രിലോകവാസികളെയും 1 സെക്കൻഡ് കൊണ്ട് നിന്റെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരും. ദേവാമൃതം ഭുജിച്ച ആലസ്യം മാറ്റണമെങ്കിൽ നീ പറയൂ. നിനക്ക് ഗംഗാനദി വരെ നീ നടന്നു പോണ്ട. നിനക്ക് ഗംഗാനദി വേണോ, സപ്ത നദികൾ വേണോ, ദേവന്മാര് വേണോ, ത്രിമൂർത്തികൾ വേണോ, ആര് വേണോ, നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാം. ദേവലോക സുന്ദരിമാരെല്ലാം നിന്റെ മുമ്പിൽ വന്ന് നൃത്തം ചെയ്യും. നിനക്ക് ദാസ്യവേല ചെയ്യും അവര്. നിനക്ക് ജോലിക്കാരിയായി ദേവലോക നർത്തകിമാര് മാറും. നിന്റെ ആഗ്രഹം ഞാൻ സഫലീകരിച്ചു തരാം. പറയൂ സുന്ദരി, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നീ നമ്മുടേതാകണം. അത് ചെയ്യാൻ ഞാൻ സന്നദ്ധനാണ്. നീ എന്റേതായാൽ മാത്രം മതി. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്താൽ, ത്രിലോകവാസികളെയും ത്രിമൂർത്തികളെയും ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു. ആ കാമവേഗം, കശ്യപമുനിയുടെ ആ കാമവേഗം മായയുടെ മുമ്പിൽ ഇങ്ങനെ പ്രകടിപ്പിക്കണം. എന്തും ചെയ്തരാ, നീ എന്റേതാവൂ എന്റേതാവൂ എന്ന് പറഞ്ഞിട്ട്. ആ കശ്യപമുനിയുടെ കണ്ണുകളില് മായാമോഹിനി നൃത്തം ചവിട്ടുന്ന പോലെ കാമം ഇങ്ങനെ മാറി മറിഞ്ഞു. എന്നിട്ട് മായ പറയാണ് ഇതൊക്കെ കേട്ടപ്പം, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു യുവതിയോട് ഇപ്രകാരമെല്ലാം മുറതെറ്റി സംസാരിക്കുന്നത് വന്ധ്യരായ താപസന്മാർക്ക് യോജിച്ചതല്ല. ഈ സ്ത്രീ ഒറ്റയ്ക്കാണ്. ഇവളുടെ മായ നോക്കണം. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ത്രീനോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല കേട്ടോ. ദയവായി എന്നെ പോവാൻ അനുവദിക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ മായയുടെ ഒരു രീതി. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞത്, നമ്മൾ ഒരാളോട് ഇടപെടുന്ന സമയത്ത് അവരാരാണ്, എന്താണെന്ന് മനസ്സിലാക്കി, ഏത് ഗുണത്തിൽപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇടപെടാൻ.
ഇല്ലേ നമുക്ക് പണി കിട്ടും. വാക്കുകൾ കൊണ്ട് ഒരാളുടെ വാക്കിൽ നമ്മൾ വീണു പോകരുത്. അവര് സത്വഗുണത്തിലാണോ ഉള്ളത്, ഭക്തിയിലൂടെയാണോ ജീവിക്കുന്നത്?